ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒരു കാലത്ത് സമൃദ്ധമായി ഉണ്ടായിരുന്ന ഔഷധ സസ്യങ്ങളും വൃക്ഷങ്ങളും നാട്ടിൻപുറങ്ങളിൽ പോലും ഇന്ന് കാണാനില്ല. നാശോന്മുഖമായ സസ്യലതാദികളെയും വൃക്ഷങ്ങളെയും സംരക്ഷിക്കാനും നട്ടുവളർത്താനും മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് സാംസ്കാരിക സംഘടനകൾ. ദേശീയ പരിസ്ഥിതി ബോധവൽക്കരണ ക്യാമ്പയിന് കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി തുടക്കമിട്ടത് നമ്മുടെ നാട്ടിൽ നിന്നും അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഈന്തുതൈ നട്ടുകൊണ്ടാണ്. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ആഗോളവൽക്കരണത്തിനു ശേഷം വിദ്യാഭ്യാസ മേഖല കച്ചവടവൽക്കരിക്കപ്പെട്ടുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിനെതിരെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് ഫെഡറേഷന്റെ പ്രതിഷേധം. നഗരഗതാഗതത്തിന്റെയും വാണിജ്യ സംരംഭത്തിന്റെയും സ്ഥിരാകേന്ദ്രമായി മാറാൻ പോകുന്ന KSRTC ബസ് സ്റ്റേഷൻ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. ആഗോളവൽക്കരണത്തിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി. ചിന്താ പുസ്തകോത്സവത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടവൽക്കരണം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPIM ടൗൺ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക പ്രസാധകരായ ചിന്തയുടെ നേതൃത്വത്തിലാണ് പുസ്തകോത്സവം നടക്കുന്നത്. രണ്ടാം ദിനത്തിൽ വിദ്യാഭ്യാസ മേഖലയിലെ കച്ചവടവൽക്കരണം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു. ആഗോളവൽക്കരണത്തിന് ശേഷം വിദ്യാഭ്യാസ മേഖലയിൽ ലാഭം മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളാണ് നടന്നതെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു. അതിന്റെ ഭാഗമായാണ് വിദ്യാഭ്യാസം കച്ചവടവൽക്കരണമായി മാറിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. To put education in the category of services, but slowly through the back door, that is what the Indian government has been doing. And this has been true whether it is the NDA government led by Vajpayee or it is the UPA government led by Manmohan Singh. Both the leading political parties in our country have subscribed to this form of privatization and commercialization of education because they subscribe to the neoliberal economic reforms which is part of the imperialist globalization that is taking place in the world today. A. Pradeep Kumar MLA അധ്യക്ഷത വഹിച്ചു. TP ദാസൻ, CP നാരായണൻ, ഫസൽ ഗഫൂർ, ചന്ദ്രൻ മാസ്റ്റർ, P. ലക്ഷ്മണൻ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് വിലക്കയറ്റവും നവലിബറൽ നയങ്ങളും എന്ന വിഷയത്തിൽ പ്രഭാഷണവും നടന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിന്റെ തൊഴിൽദ്രോഹ നടപടികളും ഏകാധിപത്യവും അവസാനിപ്പിക്കുക എന്ന ആവശ്യമുന്നയിച്ച് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ INTUC സമരസഹായ സമിതി നേതൃത്വത്തിൽ മാർച്ച് നടത്തി. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. സസ്പെൻഡ് ചെയ്ത HDS ജീവനക്കാരൻ T. രഘുനാഥിനെ തിരിച്ചെടുക്കുക, പ്രിൻസിപ്പാളിന്റെ തൊഴിൽദ്രോഹ നടപടികളും ഏകാധിപത്യവും അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ INTUC നേതൃത്വത്തിൽ സമരസഹായ സമിതി നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസ് മാർച്ച് നടത്തിയത്. മാർച്ച് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ സമരത്തെ പുച്ഛിക്കുന്ന ആളുകളോട്, പരിഹസിക്കുന്ന ആളുകളോട്, വിശിഷ്യ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. ആദ്യമായി ഈ സമരം വിജയം കണ്ടേ അടങ്ങും. കോൺഗ്രസ് ആണ് കേരളം ഭരിക്കുന്നതെങ്കിൽ രഘുനാഥ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരായി തിരിച്ചു വന്നിരിക്കും.
ഞാൻ അഹങ്കാരമായി പറയുകയില്ല. അപ്പോൾ ആ കസേര നിങ്ങളുടെ സ്വന്തമായി ഇവിടെ ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മാത്രം മതി. സമിതി ജില്ലാ പ്രസിഡന്റ് ദിനേശ് പെരുമണ്ണ അധ്യക്ഷത വഹിച്ചു. സമിതി കൺവീനർ VJ മാത്യു, ഹാഷിം മാനോളി, EK ഗോപാലകൃഷ്ണൻ, PM അബ്ദുറഹ്മാൻ, ET പത്മനാഭൻ, C രവീന്ദ്രൻ, P കുഞ്ഞിമൊയ്തീൻ, K അശോകൻ, UV ദിനേശ് മണി, CP വിശ്വനാഥൻ, ബിപീഷ്, P മുഹമ്മദ് ഗോയ തുടങ്ങിയവർ സംബന്ധിച്ചു. മലബാറിലെ ഏറ്റവും വലിയ ബസ് ടെർമിനൽ ഉൾക്കൊള്ളുന്ന കോഴിക്കോട് KSRTC ബസ് സ്റ്റേഷനും ഷോപ്പിംഗ് കോംപ്ലക്സും അധികം വൈകാതെ പ്രവർത്തനം ആരംഭിക്കും. 55 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിക്കുന്ന കെട്ടിട സമുച്ചയം ഒരുങ്ങിയാൽ അത് നഗരഗതാഗതത്തിന്റെയും വാണിജ്യ സംരംഭത്തിന്റെയും സ്ഥിരാകേന്ദ്രമായിരിക്കും. മലബാറിലെ ഏറ്റവും വലിയ ബസ് ടെർമിനൽ ഉൾക്കൊള്ളുന്ന കോഴിക്കോട് KSRTC ബസ് സ്റ്റേഷന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും നിർമ്മാണ പ്രവൃത്തികൾ അവസാന ഘട്ടത്തിൽ. ഭൂമിക്കടിയിൽ 2 നിലകളും അതിനു മുകളിൽ തറനിരപ്പിൽ 2 നിലകളുടെ ഉയരത്തിൽ ബസ് ടെർമിനലും അതിനുമേലെ 4 നിലകളടങ്ങുന്ന 2 ടവറുകളും ഉൾപ്പെട്ടതാണ് കെട്ടിട സമുച്ചയം. യാത്രക്കാർക്ക് വേണ്ടിയുള്ള പാർക്കിംഗ് സ്ഥലം തറനിരപ്പിൽ നിന്ന് 2 നില താഴെയാണ് നിർമ്മിക്കുന്നത്. 200 കാറുകളും 250 ഇരുചക്ര വാഹനങ്ങളും ഇവിടെ പാർക്ക് ചെയ്യാവുന്നതാണ്. എന്തുതരം കച്ചവട സ്ഥാപനങ്ങൾക്കു വേണ്ടിയും ഭൂമിക്കടിയിൽ തന്നെ തൊട്ടുമുകളിലായുള്ള നില മാറ്റിവെച്ചിട്ടുണ്ട്. 40 ബസ്സുകൾ നിർത്തിയിടാവുന്ന 2 നിലകളുടെ ഉയരത്തിലുള്ള അതിവിശാലമായ ബസ് ടെർമിനലും ടെർമിനലിന്റെ വശത്ത് ഫുഡ് കോർട്ടും ഒരുങ്ങുന്നുണ്ട്. കൂടാതെ കിഴക്കുഭാഗത്ത് നിർമ്മാണം നടക്കുന്ന 4 നില അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലാണ് KSRTCയുടെ മറ്റു ഓഫീസുകൾ പ്രവർത്തനം ഉണ്ടാവുക. ലിഫ്റ്റ് പെയിന്റിംഗ്, അലൂമിനിയം കോമ്പോസിറ്റ് പാനൽ, അഗ്നിശമന സുരക്ഷാ സംവിധാനങ്ങൾ, വയറിംഗ് എന്നീ പ്രവൃത്തികൾ ആണ് ഇനി പൂർത്തീകരിക്കാനുള്ളത്. 55 കോടി രൂപ മുടക്കി കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷനാണ് പദ്ധതി നടപ്പാക്കുന്നത്. 2 മാസത്തിനുള്ളിൽ പണി പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിലാണ് കരാറുകാർ. പൂമ്പാറ്റയെ പോലെ പറന്നു നടക്കേണ്ട പ്രായത്തിൽ തനിക്ക് ബാധിച്ച അസുഖത്തിന്റെ ഗൗരവം അറിയാതെ സ്കൂളിൽ പോകാൻ കഴിയാത്തതിന്റെ പരിഭവത്തിൽ കഴിയുകയാണ് നഫീസത്തുൽ മിസ്രി എന്ന കൊച്ചുമിടുക്കി. വൈദ്യശാസ്ത്രം അപൂർവം എന്ന് വിധിയെഴുതിയ രോഗത്തെ മറികടക്കാൻ കാരുണ്യത്തിന്റെ വറ്റാത്ത ഉറവയുമായി ഉദാരമതികൾ എത്തുമെന്നാണ് ഈ ദരിദ്ര കുടുംബത്തിന്റെ പ്രതീക്ഷ. നാദാപുരം റോഡിലെ പുളിയേരിന്റെ വിട ഹംസ റംല ദമ്പതികളുടെ മകൾ കാരക്കാട്ട് LP സ്കൂൾ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന നഫീസത്തുൽ മസ്രിയ ഗുരുതരമായ രക്തജന്യ രോഗത്താൽ കഷ്ടപ്പെടുകയാണ്. വൈദ്യശാസ്ത്രം എഡിയോപൊതിക് ത്രോംബോസൈറ്റോപീനിയ എന്ന് വിളിക്കുന്ന അപൂർവ രോഗത്തിൽ നിന്നും മിസ്രിയെ രക്ഷിക്കാനുള്ള ചികിത്സയ്ക്ക് ആവശ്യമായ പണം കണ്ടെത്താൻ കഴിയാതെ അവളുടെ ദരിദ്ര കുടുംബം ബുദ്ധിമുട്ടുകയാണ്. ലക്ഷങ്ങൾ ചെലവ് വരുന്ന ചികിത്സയിലൂടെ കുട്ടിയെ രക്ഷിക്കാൻ കഴിയുമെന്നാണ് വെല്ലൂർ, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിലെ വിദഗ്ധ ഡോക്ടർമാരുടെ അഭിപ്രായം. ചികിത്സ നിറവേറ്റാൻ കുടുംബത്തിന് കഴിയാത്ത സാഹചര്യത്തിൽ നാട്ടുകാർ ഒത്തുചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റിക്ക് രൂപം നൽകി. ചികിത്സാ സഹായ കമ്മിറ്റിയുടെ പേരിൽ കേരള ഗ്രാമീണ ബാങ്ക് നാദാപുരം റോഡ് ശാഖയിൽ 401361018626 എന്ന നമ്പറിൽ അക്കൗണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. IFSC കോഡ് CNR B00SMGB4. നാട്ടുകാരുടെയും ഉദാരമതികളുടെയും കാരുണ്യം കാത്തിരിക്കുകയാണ് ഈ നിർധന കുടുംബം. 2009 പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങൾ കുടിശ്ശിക സഹിതം ഉടനെ ലഭ്യമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ധർണ നടത്തി. സിവിൽ സ്റ്റേഷന് മുൻപിൽ നടന്ന ധർണ KSSPU പ്രസിഡന്റ് B ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. 2009 പെൻഷൻ പരിഷ്കരണ ആനുകൂല്യങ്ങൾ കുടിശ്ശിക സഹിതം ഉടനെ ലഭ്യമാക്കുക, ഗ്രാറ്റുവിറ്റി കമ്മ്യൂട്ടേഷൻ വിതരണത്തിലെ കാലതാമസം ഒഴിവാക്കുക, 2014 മുതലുള്ള പെൻഷൻ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, ക്ഷാമാശ്വാസ കുടിശ്ശിക ഉടൻ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വാട്ടർ അതോറിറ്റി പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ നേതൃത്വത്തിൽ ധർണ നടത്തിയത്. സിവിൽ സ്റ്റേഷന് മുൻപിൽ നടന്ന ധർണ KSSPU പ്രസിഡന്റ് B ഗംഗാധരൻ ഉദ്ഘാടനം ചെയ്തു. പ്രധാനപ്പെട്ട അഖിലേന്ത്യാ തലത്തിലുള്ള പെൻഷൻ സംഘടനകളൊക്കെ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. ഇന്ത്യ രാജ്യത്ത് എത്ര നൂറുകണക്കിന് പെൻഷൻ സംഘടനകളുണ്ടോ അവരെയൊക്കെ സമീപിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം നമ്മൾ ഉണ്ടാക്കണം. CT കരുണാകരൻ അധ്യക്ഷനായിരുന്നു. AV വിശ്വനാഥൻ, PP കുട്ടികൃഷ്ണൻ, ബാലകൃഷ്ണൻ, P സന്തോഷ് കുമാർ, CP സദാനന്ദൻ, സായി പ്രകാശ് MP, K വിശ്വനാഥൻ എന്നിവർ സംബന്ധിച്ചു. വാർത്തകളിൽ ഒരിടവേള. The handcrafted collection by Kalyan Sarees. അരയിടത്ത് പാലം, കോഴിക്കോട്. ജനലക്ഷങ്ങൾ ഏറ്റുവാങ്ങിയ കളഭച്ചാർത്ത് സ്ത്രീകൾക്കായി ഒരുക്കുന്നു ഒരു സുവർണാവസരം. കളഭച്ചാർത്തിൽ പങ്കാളികളായിക്കൊണ്ട് പ്രതിമാസം 12,000 രൂപ വരെ വരുമാനം. വിശദ വിവരങ്ങൾക്ക് വിളിക്കുക 04912576 ഓരോ വീട്ടിലും ഇനി കളഭച്ചാർത്തിന്റെ പവിത്രത നിറയട്ടെ.
ചേച്ചി റെഡി? എങ്ങനെ നന്നായിട്ടുണ്ടോ? ജ്വല്ലറി ഒന്നും ഇടുന്നില്ലേ? ജ്വല്ലറി കൂളറി എനിക്ക് വേണ്ട. എല്ലാ ഫ്രണ്ട്സും കളിയാക്കില്ലേ. ഓൾസോ ഓൾ ദിസ് ഇസ് നോട്ട് കൂൾ എനിമോർ. കൂളല്ല പോലും. നിന്നെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാട്ടോ. ചേച്ചി ഹായ്. 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 ഇപ്പൊ എന്തു പറയുന്നു നിന്റെ ഫ്രണ്ട്സ്? ഇപ്പൊ പുതിയൊരു പ്രോബ്ലം തുടങ്ങി. Mind Diamonds from Malabar Golden Diamonds. ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരി. ദിവസേന 3 പ്രദർശനങ്ങൾ. ഉച്ചക്ക് 1 മണിക്ക്, വൈകുന്നേരം 4 മണിക്ക്, രാത്രി 7 മണിക്ക്. അഭ്യാസ പ്രകടനങ്ങളുടെ പുതുമ കൊണ്ടും അവതരണ രീതിയുടെ മികവ് കൊണ്ടും ഇന്ത്യയിലെ നമ്പർ 1 സർക്കസ് ജെമിനി സർക്കസ്. ആഫ്രിക്കൻ, റഷ്യൻ കലാകാരന്മാരുടെ അതിസാഹസിക പ്രകടനങ്ങളുമായി ജെമിനി സർക്കസ് കോഴിക്കോട് മിനി ബൈപ്പാസ് സപ്തഗിരി. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളുമായി ജെമിനി സർക്കസ്. വാർത്തകൾ തുടരുന്നു. ദേശീയ പരിസ്ഥിതി ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവും കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദിയും ചേർന്ന് മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ 5 ഔഷധവൃക്ഷ തൈകൾ നട്ടു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവുമായി ചേർന്ന് കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ദേശീയ പരിസ്ഥിതി ബോധവൽക്കരണ ക്യാമ്പയിൻ മെഡിക്കൽ കോളേജ് അങ്കണത്തിൽ ആരംഭിച്ചു. നാശോന്മുഖ പട്ടികയിൽപ്പെട്ട ഈന്ത്, കൂവളം, അശോകം, ഇലഞ്ഞി, അമ്പഴം എന്നിങ്ങനെ 5 ഔഷധവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പദ്ധതി ഈന്ത് തൈ നട്ട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ഡോക്ടർ കെ മുഹമ്മദ് അഷ്റഫ് ഇലഞ്ഞിയും കാർഡിയാക് തെറാക്സിക് സർജൻ ഡോക്ടർ എസ് രാജേഷ് കൂവളവും സൂപ്പർ സ്പെഷ്യാലിറ്റി സൂപ്രണ്ട് ഡോക്ടർ കുര്യാക്കോസ് അശോകവും നട്ടു. വിവിധ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികളായ പി കെ ദയാനന്ദൻ, രാജപ്പൻ എസ് നായർ, കെ ടി ഫിലിപ്പ്, കെ പി മോഹൻദാസ് എന്നിവർ പ്രസംഗിച്ചു. സെൻട്രൽ വിരുപ്പിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് കെ കെ സഹിർ അധ്യക്ഷത വഹിച്ചു. എം എ ജോൺസൺ, ദർശനം ഗ്രന്ഥശാല പ്രസിഡന്റ് എ വിഷ്ണു നമ്പൂതിരി എന്നിവർ സംബന്ധിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയവുമായി ചേർന്ന് കാളാണ്ടിത്താഴം ദർശനം സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ദേശീയ പരിസ്ഥിതി ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി സരോവരം ബയോ പാർക്കിൽ കണ്ടൽ ചെടികൾ വച്ചുപിടിപ്പിച്ചു. മീഞ്ചന്ത രാമകൃഷ്ണ ഹൈസ്കൂളിലെ 50ഓളം വിദ്യാർത്ഥികളാണ് കണ്ടൽ ചെടി നടീലിന് നേതൃത്വം നൽകിയത്. കുറ്റിക്കണ്ടൻ, കണ്ണാമ്പെട്ടി, നക്ഷത്രം കണ്ടൽ, ചുള്ളിക്കണ്ടൽ, പ്രാന്തൻ കണ്ടൽ എന്നീ ഇനത്തിൽപ്പെട്ട കണ്ടൽ ചെടികളാണ് നട്ടത്. പരിപാടിയുടെ ഉദ്ഘാടനം കെ വി മുഹമ്മദ് കുഞ്ഞി നിർവഹിച്ചു. എം എ ജോൺസൺ, പൃഥ്വി പരിസ്ഥിതി കൂട്ടായ്മ മെമ്പർമാർ എന്നിവർ സംബന്ധിച്ചു. ജലപാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് കണ്ണു തുറന്ന് രാജേന്ദ്രൻ പുല്ലൂരിന്റെ ചിത്രപ്രദർശനത്തിന് കോഴിക്കോട് ആർട്ട് ഗാലറിയിൽ തുടക്കമായി. വെള്ളത്തിന്റെ പേരിൽ എന്ന നാമത്തിൽ ഒരുക്കിയ പ്രദർശനത്തിൽ 25ഓളം ചിത്രങ്ങളാണ് ഉള്ളത്. പ്രദർശനം 15-ന് സമാപിക്കും. താൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്നും ഇമേജറികൾ ഉപയോഗിച്ച് വെള്ളത്തിന്റെ പേരിൽ നടക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളിലേക്ക് കണ്ണു തുറന്നുകൊണ്ട് ചിത്രതലത്തെ ഒരു പ്രതിരോധത്തിന്റെ അടയാളമാക്കി മാറ്റുകയാണ് രാജേന്ദ്രൻ പുല്ലൂർ. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ വെള്ളത്തിന്റെ പേരിൽ എന്ന നാമത്തിൽ ഒരുക്കിയ ചിത്രപ്രദർശനത്തിന് മനുഷ്യനിർമ്മിതമായ പുതിയ കാലത്തിലെ മിനറൽ വാട്ടർ കുപ്പികളും വെള്ളമില്ലാത്ത കിണറുകളും വളർച്ചയുമെല്ലാം ചായക്കൂട്ടിലൂടെ കാണികൾക്ക് മുന്നിലെത്തിക്കുന്നു. ക്യാൻവാസിൽ അക്രിലിക് പെയിന്റിംഗിൽ തീർത്ത 25 ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉള്ളത്. മനുഷ്യന്റെ സ്വാർത്ഥ താൽപര്യത്തിന്റെ അനന്തരഫലത്താൽ ഭൂമിയുടെയും മനുഷ്യന്റെയും ഭാവി എന്ത് എന്ന് ഓരോ ചിത്രങ്ങളിലും ചിത്രകാരൻ വ്യക്തമാക്കുന്നു. ശുദ്ധജലത്തിനു വേണ്ടി മിനറൽ വാട്ടർ കുപ്പികളെ സമീപിക്കുന്ന സമൂഹം, മനുഷ്യർ വലിച്ചെറിഞ്ഞ മിനറൽ വാട്ടർ കുപ്പികൾ കടലായി മാറുന്നതും, ഇരുണ്ട വാട്ടർ ടാങ്കിന്റെ പിന്നിൽ കൈകൾ മാറിൽ പിണച്ച് ഇനി എന്ത് എന്ന് വ്യാകുലപ്പെടുന്ന പെൺകുട്ടിയും, താമര പൊയ്കകൾ തീപ്പാടമായി മാറുന്നതും, കുപ്പിയിൽ മത്സ്യത്തെ സംരക്ഷിക്കുന്ന പെൺകുട്ടി തുടങ്ങി നീളുന്ന ചിത്രങ്ങളിൽ മനുഷ്യവർഗത്തിന്റെ പുതിയ ലോകത്തിന്റെ രൂപം വർണ്ണാഭമായി കലാകാരൻ ചിത്രീകരിച്ചിരിക്കുന്നു. കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്വദേശിയായ രാജേന്ദ്രൻ പുല്ലൂർ തിരുവനന്തപുരം കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും ചിത്രകലയിൽ ബിരുദം കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരളത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ 7ഓളം ഏകാംഗ ചിത്ര പ്രദർശനവും ഇന്ത്യക്കകത്തും പുറത്തുമായി ഗ്രൂപ്പ് ചിത്ര പ്രദർശനങ്ങളിലും പങ്കെടുത്തിട്ടുണ്ട്. കൂടാതെ രാജാ രവിവർമ്മ പുരസ്കാരവും ന്യൂഡൽഹി ഓൾ ഇന്ത്യ ഫൈൻ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് സൊസൈറ്റിയുടെ പെയിന്റിംഗ് അവാർഡും ജൂനിയർ ചേംബർ യുവ പ്രതിഭ അവാർഡ് തുടങ്ങിയ പുരസ്കാരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട്. പ്രദർശനം 15-നാണ് സമാപിക്കുന്നത്. അധ്യാപക പരിശീലനത്തിന്റെ ഭാഗമായി പുറത്തിറക്കിയ പുസ്തകത്തിന്റെ പ്രകാശനം ശിക്ഷക് സദനിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല, KUWJ സംസ്ഥാന പ്രസിഡന്റ് കെ പ്രേംനാഥ്, ഡോക്ടർ രാമകൃഷ്ണൻ തുടങ്ങിയവർ പ്രകാശന കർമ്മം നിർവഹിച്ചു. ഡയറ്റിന്റെ നേതൃത്വത്തിൽ നടന്ന ത്രിദിന പ്രഥമാധ്യാപക മാനേജ്മെന്റ് പരിശീലനത്തിന്റെ ഭാഗമായി തയ്യാറാക്കിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു.
ഞാറ്റുവേലയ്ക്കായി കുരുന്നുകൈകൾ എന്ന പുസ്തകം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജമീല പുറത്തിറക്കി. അധ്യാപകനായ എൻ സുമേഷൻ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. എന്റെ ജീവിതപാത എന്ന വർക്ക് ബുക്ക് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് കെ പ്രേമനാഥ് പ്രകാശനം ചെയ്തു. അധ്യാപകനായ വി കെ ഫൈസൽ പുസ്തകത്തിന്റെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. സ്കൂൾ സന്ദർശന മാർഗരേഖ എന്ന ലഘുലേഖ കോഴിക്കോട് ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രാമകൃഷ്ണൻ പുറത്തിറക്കി. അധ്യാപികയായ ഡൊറീന റോള ആദ്യ കോപ്പി സ്വീകരിച്ചു. സിറ്റി എഇഒ കെ ചന്ദ്രൻ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ കോഴ്സ് ലീഡർ പി കെ ദിനേശ് ബാബു, ഡയറ്റ് സീനിയർ ലെക്ചറർ പി ശിവദാസൻ, ഡയറ്റ് ലെക്ചറർ പി എഫ് ജോയ് എന്നിവർ സംബന്ധിച്ചു. പാഠഭാഗങ്ങൾ ഉരുവിടുന്ന ചുണ്ടുകളിൽ കൊയ്ത്തുപാട്ടിന്റെ ഈരടികൾ. വളപ്പിൽ താഴത്തെ എടക്കാട്ടുതാഴം പാടത്ത് കർഷകർക്കൊപ്പം കുട്ടികളും നൂറുമേനി കൊയ്തെടുത്തു. 75 സെന്റ് പാടത്ത് നടത്തിയ നെൽകൃഷിക്ക് കുട്ടികൾ നൽകിയ പിന്തുണയും പരിശ്രമവും ശ്രദ്ധേയമായി. കക്കോടി വളപ്പിൽ താഴത്തെ എടക്കാട്ടുതാഴം പാടശേഖരത്തിലെ 75 സെന്റ് സ്ഥലത്താണ് കുട്ടികളും സഹകരിച്ചുകൊണ്ട് കൃഷി ഇറക്കിയത്. കൃഷിക്ക് വേണ്ട ഉപദേശങ്ങളും പിന്തുണയും നൽകി കർഷകരും കുട്ടികളോടൊപ്പം നിന്നു. വിളഞ്ഞ നെൽക്കതിരുകൾ കുട്ടികളുടെ ഉത്സാഹത്തിന്റെയും പരിശ്രമത്തിന്റെയും ഉദാത്ത മാതൃകയായി മാറി. വളപ്പിൽ കൃഷ്ണന്റെ ഉടമസ്ഥതയിലുള്ള 3 ഏക്കർ സ്ഥലത്താണ് മകൻ ചെമ്പാവ്, മകരം, ഒറീസ, വേദാണ്ടം എന്നീ ഇനങ്ങൾ കൃഷി ചെയ്തത്. കൊയ്ത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് കവിത മനോജ് ഉദ്ഘാടനം ചെയ്തു. ചെമ്പാവ്, സാധാ വേദാണ്ടം, ഒറീസ, അതിൽ 3 ഏക്കറാണ് ടോട്ടലുള്ളത്. അതിൽ വലിയ 3/4 ഏക്കർ തോലാണ് വിളവിറക്കിയത്. അതാണ് അതിന്റെ കൊയ്ത്താണ് ഇപ്പോൾ പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തത്. പാടശേഖര സമിതി പ്രസിഡന്റ് എം അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. അഗ്രികൾച്ചർ അസിസ്റ്റന്റ് എം രൂപേഷ്, കെ അശോകൻ നായർ, സ്കൂൾ പ്രധാനാധ്യാപിക പി സുമംഗല എന്നിവർ സംബന്ധിച്ചു. കൃഷിരീതികളെക്കുറിച്ച് അഡ്വക്കേറ്റ് ഇ ബാലൻ ക്ലാസ് എടുത്തു. കാലഘട്ടത്തിനനുസരിച്ച് മാധ്യമങ്ങളെ വായിച്ചെടുക്കാനും വാർത്തകൾ തിരിച്ചറിയാനും മാധ്യമ സാക്ഷരത രൂപപ്പെടുത്തേണ്ടതുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. ചിന്താ സുവർണ ജൂബിലിയുടെ ഭാഗമായി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊയിലാണ്ടി പ്രശ്നം, ഗൌരിയമ്മ വിവാദം, ദേശാഭിമാനി സ്ഥലം വിൽപ്പന എന്നിവയിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ മാധ്യമങ്ങൾ വിചിത്രമായി വാർത്തകൾ നൽകുകയാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. കോഴിക്കോട് ടൗൺ ഹാളിൽ ചിന്താ പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചില വാർത്തകൾ വിചിത്രമായാണ് അവതരിപ്പിക്കുന്നത്. കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഇത്തരത്തിൽ വാർത്ത നൽകുന്നത്. കൊയിലാണ്ടിയിൽ മാധ്യമങ്ങൾ ഏറെ പ്രതീക്ഷിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സാമ്രാജ്യത്വത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നവയാണ് ലോകത്തെ മാധ്യമങ്ങളിൽ ഏറിയ പോകും. എം ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, TP ദാസൻ, VT സത്യൻ എന്നിവർ സംബന്ധിച്ചു. ഒരിടവേള കൂടി. The handcrafted collection by Kalyan Sarees. അരയിടത്തുപാലം, കോഴിക്കോട്. Stars collection. Youthilariya best. Youthful surprises. Shades and style. Latest type fashion. Lowest price attraction. Kalyan Silks. Stars collection. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു സ്റ്റാർസ് കളക്ഷൻസ്. ഫാഷൻ ലോകത്തെ പുതിയ വിസ്മയങ്ങൾ. വില 250 രൂപ മുതൽ. വലിയ വിസ്മയങ്ങൾക്ക് ഇനി ചെറിയ വില. സ്റ്റാർസ് കളക്ഷൻസ്. വാർത്തകൾ തുടരുന്നു. ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ ആരംഭിച്ച കാലിക്കറ്റ് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ പുഷ്പഫല സസ്യ പ്രദർശനം നഗരത്തിന് നിറച്ചാർത്തായി. ഫ്ലവർ ഷോയുടെ ഉദ്ഘാടനം കോർപ്പറേഷൻ മേയർ AK പ്രേമജം നിർവഹിച്ചു. പൂക്കളും പഴങ്ങളും വിത്തുകളും കാർഷികോൽപ്പന്നങ്ങളുമായി കാലിക്കറ്റ് അഗ്രി ഹോർട്ടികൾച്ചറൽ സൊസൈറ്റിയുടെ കാലിക്കറ്റ് ഫ്ലവർ ഷോ കൗതുകം പകരുന്നു. ഫിലിപ്പൈൻ സാൻഡ്രമൺ തെങ്ങുകളും ജൈവകൃഷിയിൽ ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ള പ്രതിഭ മഞ്ഞളും വരദ ഇഞ്ചിയും ബീച്ച് മറൈൻ ഗ്രൗണ്ടിലെ മേളയിലുണ്ട്. സർക്കാർ സ്ഥാപനങ്ങളായ കൂത്താളി ജില്ലാ കൃഷി ഫാം, പെരുവണ്ണ മുഴി കൃഷി വിജ്ഞാന കേന്ദ്രം, BFPC, ബേപ്പൂർ കയർ കോർപ്പറേഷൻ, കേരാഫെഡ്, സുഗന്ധവിള ബോർഡ് എന്നിവയുടെ വിവിധ സ്റ്റാളുകൾക്ക് പുറമെ 15 നഴ്സറികളുടെ സ്റ്റാളുകളുമുണ്ട്.
വീടുകളിൽ ഉൽപ്പാദിപ്പിച്ച 40 സ്റ്റാളുകളും പാലക്കാടൻ സ്റ്റാളുകളും മേളയെ ആകർഷകമാക്കുന്നു. 14 വരെ നീണ്ടു നിൽക്കുന്ന പ്രദർശനത്തിൽ രാവിലെ 9 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനവും വിൽപ്പനയും. ഫ്ലവർ ഷോയുടെ ഉദ്ഘാടനം മേയർ AK പ്രേമചന്ദ് നിർവഹിച്ചു. കളക്ടർ CA ലത അധ്യക്ഷയായിരുന്നു. കൌൺസിലർമാരായ ജീൻ മോസസ്, P കിഷൻചന്ദ്, മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ, NE ബാലകൃഷ്ണ മാരാർ, ഡോക്ടർ A രാംനാഥ്, P ദാമോദരൻ, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, KR വിജയകുമാർ, പുത്തൂർ മഠം ചന്ദ്രൻ, നവാസ് പൂനൂർ, MA ജേക്കബ്, കട്ടയാട്ട് വേണുഗോപാൽ, പ്രണിത ദിവാകരൻ, അഡ്വക്കേറ്റ് M രാജൻ എന്നിവർ സംബന്ധിച്ചു. ഷോയോടനുബന്ധിച്ച് ശനിയാഴ്ച സീറോ ബജറ്റ് ഫാമിംഗിനെ കുറിച്ച് സെമിനാറും സംഘടിപ്പിക്കും. കിണറ്റിലായ പുള്ളിപ്പുലിയെ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രക്ഷിച്ചു. കണ്ണൂക്കരയിലെ ആൾമറയില്ലാത്ത കിണറ്റിലാണ് ബുധനാഴ്ച പുലി വീണത്. നാട്ടുകാരും പോലീസും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് പുലിയെ രക്ഷിച്ചത്. വനത്തിലേക്ക് തുറന്നുവിടാൻ പുലിയെ ബത്തേരിയിലേക്ക് കൊണ്ടുപോയി. ജനവാസ കേന്ദ്രത്തിലെ വീട്ടുകിണറ്റിൽ വീണ പുള്ളിപ്പുലിയെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ മയക്കുവെടി വെച്ച് പുറത്തെത്തിച്ചു. ഒഞ്ചിയം പഞ്ചായത്തിലെ കണ്ണൂക്കര മാടാക്കര പൊടിക്കളം ഭാഗത്തെ സുനാമി പുനരധിവാസ ക്വാർട്ടേഴ്സിന് സമീപത്തെ മൂസാന്റെ പറമ്പത്ത് ജമീലയുടെ ഉടമസ്ഥതയിലുള്ള ആൾമറയില്ലാത്ത കിണറ്റിലാണ് അയൽവാസി വെള്ളം കോരുന്നതിനിടെ ബുധനാഴ്ച രാവിലെ 9:30 പുലിയെ കണ്ടത്. വൈകിട്ട് 6:40 ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിൽ ഇതിനെ പുറത്തെടുത്തത്. ഉദ്ദേശം 3 വയസ്സുള്ള ആൺപുലിയെ വടകര ഫയർ സ്റ്റേഷനിൽ എത്തിച്ച ശേഷം രാത്രിയോടെ പറമ്പിക്കുളം വനമേഖലയിൽ വിട്ടയക്കുമെന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വാൽ ബക്കറ്റിൽ തട്ടിയതോടെ പുലി അലറുകയായിരുന്നു. ജലവിധാനത്തിന് ഒരടിയോളം മുകളിലായി മണ്ണിടിഞ്ഞുണ്ടായ പൊത്തിൽ കിടക്കുന്ന നിലയിലായിരുന്നു പുലി. ഭയന്ന് നിലവിളിച്ച ഇവർ അയൽവാസികളെ വിവരമറിയിച്ചു. 1 മണിക്കൂറിനകം പോലീസും ഫയർഫോഴ്സ് വനംവകുപ്പ് അധികൃതരും സ്ഥലത്തെത്തി. ഇതിനകം വിവരമറിഞ്ഞ് ആയിരക്കണക്കിന് ആളുകളും മാടാക്കരയിലേക്ക് ഒഴുകിയെത്തി. ജനങ്ങളുടെ തള്ളിക്കയറ്റം ഒരു വേള അപകടത്തിലേക്ക് നയിക്കുമെന്ന് ഭയന്ന് പോലീസും ഫയർഫോഴ്സ് ജീവനക്കാരും ചേർന്ന് കിണറ്റിന് ചുറ്റും കയർ കെട്ടി നിയന്ത്രണം ഏർപ്പെടുത്തി. 3 മണിയോടെ കിണറിലെ വെള്ളം പമ്പ് ചെയ്ത് വറ്റിക്കാൻ ആരംഭിച്ചു. വയനാട്ടിൽ നിന്ന് വൈകിട്ട് 5 അരുൺ സക്രയെയും വയനാട് വന്യജീവി സങ്കേതത്തിൽ നിന്നുള്ള ജീവനക്കാരും എത്തിയതോടെയാണ് പുലിയെ പുറത്തെടുക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചത്. 5:32 ഡോക്ടർ അരുൺ സക്രയെ ആദ്യം മയക്കുവെടി ഉതിർത്തു. വെടികൊണ്ട പുലി നിമിഷങ്ങൾക്കു ശേഷം പൊത്തിൽ നിന്ന് കിണറ്റിലേക്ക് വീണു. എന്നാൽ പൂർണ്ണമായും മയങ്ങാത്തതിനാൽ ഡോക്ടർ അരുണിനെ കിണറിനകത്തേക്ക് വലയിൽ കെട്ടിയിറക്കി. 5:59 രണ്ടാമതും വെടിയുയർത്തു. തുടർന്ന് വയനാട് വന്യജീവി സങ്കേതത്തിലെ 2 ജീവനക്കാർ കിണറ്റിലിറങ്ങി പുലിയെ വലയ്ക്കകത്താക്കി 6:40 കരക്കെത്തിക്കുകയായിരുന്നു. കോഴിക്കോട് DFO ആടൽ അരശൻ, ഫ്ലെയിൻ സ്ക്വാഡ് DFO ജോസ് മാത്യു, ഡെപ്യൂട്ടി ഫോറസ്റ്റ് ഓഫീസർമാരായ സദാനന്ദൻ, P പവിത്രൻ, കുറ്റ്യാട് റേഞ്ച് ഓഫീസർ സുനിൽ കുമാർ, വടകര ASP G യതീഷ് ചന്ദ്ര, CI KC സുഭാഷ് ബാബു, SI ജീവൻ ജോർജ്, ഫയർ സ്റ്റേഷൻ ഓഫീസർ CP ആനന്ദൻ, ഒഞ്ചിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ജയരാജൻ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ബ്രാഹ്മിൺ സർവീസ് സൊസൈറ്റി കോഴിക്കോടിന്റെ 32ാം വാർഷിക ദിനം ജനുവരി 12 ഞായറാഴ്ച വൈകിട്ട് 4 മണി മുതൽ തളി ബ്രാഹ്മണ സമൂഹ മഠത്തിൽ വെച്ച് കൊണ്ടാടും. സെൻട്രൽ എക്സൈസ് ആൻഡ് കസ്റ്റംസ് റിട്ടയർഡ് അസിസ്റ്റന്റ് കളക്ടർ KB വാസുദേവൻ മുഖ്യാതിഥിയായി പങ്കെടുത്ത് സ്ഥാപക അംഗങ്ങളെ ആദരിക്കും. തുടർന്ന് പ്രസിദ്ധ ഭജന വിദഗ്ധ ചിത്ര ജയറാം സംഘവും അവതരിപ്പിക്കുന്ന ശ്രീകൃഷ്ണാമൃതം ഭജനയും ഉണ്ടായിരിക്കും. 1996 രൂപം കൊണ്ട കേരള ലോയേഴ്സ് ഫോറത്തിന്റെ സംസ്ഥാന സെമിനാർ ജനുവരി 11 കോഴിക്കോട് ഹൈസൺ ഹെറിറ്റേജിൽ വെച്ച് ചേരും. സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. ജുഡീഷ്യറി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് എന്ന വിഷയത്തെ സംബന്ധിച്ച് നടക്കുന്ന ചർച്ച കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് CK അബ്ദുൾ റഹീം ഉദ്ഘാടനം ചെയ്യും. പുരോഗമന കലാസാഹിത്യ സംഘം ഫറോക്ക് മേഖലാ നേതൃത്വത്തിൽ നവോത്ഥാന സംഗമം നടത്തി. ജനകീയ കൂട്ടായ്മയിൽ അണിചേരുക, അന്ധവിശ്വാസത്തിനും അനാചാരത്തിനുമെതിരെ എന്ന സന്ദേശമുയർത്തിയാണ് അരക്കിണർ അങ്ങാടിയിൽ നവോത്ഥാന സംഗമം നടന്നത്. പരിപാടി ഡോക്ടർ J പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. AP അഹമ്മദ് മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. പുഗാസ ഫറോക്ക് മേഖലാ പ്രസിഡന്റ് CK ശിവദാസൻ അധ്യക്ഷനായിരുന്നു. N സദു, AP അഹമ്മദ് മാസ്റ്റർ, E മോഹൻദാസ് മാസ്റ്റർ, കരുവള്ളി ശശി, KKC പിള്ള എന്നിവർ സംബന്ധിച്ചു. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് സുവർണ ജൂബിലി ആഘോഷിക്കുന്നു. ബാങ്കിന്റെ പാറോപ്പടി ശാഖയ്ക്ക് വേണ്ടി നിർമ്മിക്കുന്ന സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം ശനിയാഴ്ച രാവിലെ 9 മണിക്ക് തൊണ്ടയാട് ബാങ്ക് പരിസരത്ത് സഹകരണ വകുപ്പ് മന്ത്രി CN ബാലകൃഷ്ണൻ നിർവഹിക്കും. ജൂബിലിയോടനുബന്ധിച്ച് രൂപീകരിക്കുന്ന സുവനീർ പ്രകാശനം പഞ്ചായത്ത് സാമൂഹ്യക്ഷേമ മന്ത്രി ഡോക്ടർ MK മുനീർ നിർവഹിക്കും. മുൻകാല ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും 50 വർഷം പൂർത്തിയാക്കിയ മെമ്പർമാരെയും ആദരിക്കൽ ചടങ്ങ് MK രാഘവൻ MP നിർവഹിക്കുമെന്നും ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് സാരഥികൾ പറഞ്ഞു.
വർഷം തോറും കോഴിക്കോട്ട് വെച്ച് നടക്കാറുള്ള ശ്രീമദ് ചിദാനന്ദപുരി സ്വാമികളുടെ ധർമ്മ പ്രഭാഷണ പരമ്പര ജനുവരി 12 മുതൽ 18 വരെ ദിവസങ്ങളിലായി മുതലക്കുളം മൈതാനത്ത് വെച്ച് നടക്കും. ശ്രീമദ് ഭഗവത്ഗീത 2-ാം അധ്യായത്തെ അധികരിച്ചാണ് ഈ പ്രാവശ്യം പ്രഭാഷണങ്ങൾ നടക്കുക. കൊളത്തൂർ അദ്വൈതാശ്രമം ഏർപ്പെടുത്തിയ വേദാന്ത രത്നം പുരസ്കാരം ജനുവരി 14 വൈകുന്നേരം 6 മണിക്ക് പൂജനീയ പ്രജ്ഞാനാനന്ദ തീർത്ഥപാദ സ്വാമികൾക്ക് ഗോലോകാനന്ദ സ്വാമികൾ സമർപ്പിക്കും. 20,001 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പ്രൊഫസർ ഡോക്ടർ പ്രിയദർശൻ ലാൽ മുഖ്യപ്രഭാഷണം നടത്തും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ആഗോളവൽക്കരണത്തിനു ശേഷം വിദ്യാഭ്യാസ മേഖല കച്ചവടവൽക്കരിക്കപ്പെട്ടുവെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം സീതാറാം യെച്ചൂരി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാളിനെതിരെ ഹോസ്പിറ്റൽ ഡെവലപ്മെന്റ് സൊസൈറ്റി എംപ്ലോയീസ് ഫെഡറേഷന്റെ പ്രതിഷേധം. നഗരഗതാഗതത്തിന്റെയും വാണിജ്യ സംരംഭത്തിന്റെയും സ്ഥിരാകേന്ദ്രമായി മാറാൻ പോകുന്ന KSRTC ബസ് സ്റ്റേഷൻ കം ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പ്രവർത്തനം അവസാന ഘട്ടത്തിൽ. ഈ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കല്യാൺ സാരീസ്, അരയിടത്ത് പാലം, കോഴിക്കോട്.